ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ശനിയാഴ്ചയിലത്തെ വിശേഷമാണ് കേട്ടോ. അപ്പോൾ ദേ നോക്കി നമ്മുടെ കുട്ടന്മാർ രണ്ടുപേര് കയറിയിരിക്കണത്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ മെഴുകുതിരി കത്തിക്കാൻ കാത്തു നിൽക്കും ഇവർ ഊതാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പോൾ എങ്ങനെ വന്നാലും അവരുടെ കൺവെട്ടത്ത് നിന്നിട്ട് എനിക്ക് കത്തിക്കാൻ പറ്റണുള്ളൂ കേട്ടോ. മറ്റേത് ഞാൻ ഇവരൊക്കെ പോയി കഴിയുമ്പോഴാണ് പതുക്കെ വന്ന് കത്തിക്കുക. അപ്പോൾ രണ്ടാളും ദേ വാദിച്ച് നിൽക്കുക ഊതാനായിട്ട്. അപ്പോൾ ഞാൻ ഒരു എന്താ പറയുക, കുറച്ച് നേരം വെച്ച് പിന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. കാരണം കുട്ടികളല്ലേ, അവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അങ്ങനെ ദേ രാവിലെ തന്നെ ഇന്ന് ഡിമ്പിൾ യാത്രയാവാണ് കേട്ടോ. മുനമ്പത്തേക്ക് പോവാണ്. അവിടെ ഒരു ചെറിയൊരു പരിപാടി ഉണ്ട്, അപ്പോൾ അങ്ങോട്ട് പോവാണ്. അപ്പോൾ അങ്ങനെ ഡിമ്പിൾ രാവിലെ എണീറ്റ് ഇതേ ഫ്രഷ് ആവണു. ഡിവൈൻ ദേ കിച്ചണിലുണ്ട്. അപ്പോൾ പതിവ് പോലെ ഞാൻ കുറേ കഴിഞ്ഞിട്ടാണ് എണീറ്റത് കേട്ടോ. സാധാരണ കുട്ടികൾ സ്കൂളിൽ പോണ സമയത്താണ് എണീക്കുക. ചിലപ്പോൾ പോയി കഴിഞ്ഞിട്ടും എണീക്കുന്ന സമയം ഉണ്ടായിട്ടുണ്ട്. ഇന്ന് ഏകദേശം ആ സമയത്തിന്, കാരണം ഡിമ്പിൾ 9 മണിക്ക് പോകുന്ന ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ സമയം മാറ്റി 10 മണിക്ക് പോയാൽ മതി എന്നുള്ളിടത്തോളായിട്ടോ. അങ്ങനെ ദേ പാച്ചുവിന് ഡ്രസ്സ് ഇടിക്കുക. അപ്പോൾ ആദ്യം വേറെ ഒരെണ്ണം ഇട്ടു. അപ്പോൾ അതിനേക്കാളും കുറച്ചും കൂടി, കാരണം അത് ഓഫ് വൈറ്റ് പ്ലെയിൻ ആയിരുന്നു. അപ്പോൾ ഞാനാ പറഞ്ഞ വേണ്ട, കാരണം അത്രയും ലൈറ്റ് ഷെയ്ഡ് ഇട്ട് കഴിഞ്ഞാൽ കുട്ടികളല്ലേ, അപ്പോൾ ഫുൾ ഡേ ഇരിക്കേണ്ടതാണ്. അപ്പോൾ അത് മാറ്റി വേറെ ഡ്രസ്സ് ഇടിച്ചു. അപ്പോൾ ജിത്തു ആണ് ഇന്ന് ഡിമ്പിളിനെ കൊണ്ടാക്കാൻ പോണത് കേട്ടോ. അപ്പോൾ നമ്മുടെ കാർ ജിത്തു മുമ്പൊക്കെ നമ്മളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്നു, ഡാഡിയുടെ കൂടെ എപ്പോഴും ബിസിനസ്സിൻ്റെ സമയത്ത് പോയിരുന്നതാണ്. അപ്പോൾ അവനാകുമ്പോൾ നമുക്ക് ധൈര്യമായിട്ട് കാറ് കൊടുക്കുക. അങ്ങനെ ജിത്തു ആണ് ഡിമ്പിളിനെ കൊണ്ടാക്കാനായിട്ട് റെഡി ആയത്. അപ്പോൾ ദേ പാച്ചുട്ടൻ റെഡി ആയിട്ട് നിൽക്കണുണ്ടോ. നല്ല ഇത് നമ്മുടെ ഡിവൈൻ്റെ അമ്മ നമ്മുടെ പാച്ചുട്ടൻ്റെ ബർത്ത്ഡേക്ക് കൊണ്ടുവന്നതാണ് കേട്ടോ. ഈ ഷർട്ട് 2 ഷർട്ട് കൊണ്ടുവന്നിട്ടുണ്ട്, ബീച്ച് ഷർട്ട് പോലെ. പണ്ടത്തെ ഒരു ഡോണിനൊക്കെ ചെറുപ്പത്തിലുണ്ടായിരുന്നു, ഡോണിന് ഡിമ്പിളിനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വീണ്ടും അതുപോലത്തെ എനിക്ക് തോന്നുന്നു ഡോണിന് ഇപ്പോഴും ഇങ്ങനത്തെ കുറേ പാറ്റേൺ ഉണ്ട് കുട്ടികൾക്കും. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനത്തെ ഷർട്ടുകൾ കേട്ടോ. അപ്പോൾ അങ്ങനെ ദേ 3 ആളും കൂട്ടിയിട്ട് ജിത്തു ബൈക്കും കൊണ്ട് വരുന്നത് നോക്കി നിൽക്കുക. അപ്പോൾ കുട്ടികളൊക്കെ ഈ വണ്ടിപ്രാന്തന്മാരാണല്ലോ 3 ആളും. അപ്പോൾ അവനോട് ഇങ്ങനെ ഓരോന്ന് ചോദിച്ചറിയാണ് കേട്ടോ. അപ്പോൾ ജിത്തുവിനെ നിങ്ങൾക്ക് അറിയായിരിക്കും, കുറേ മുമ്പ് തൊട്ട് നമ്മളുടെ ഇവിടെ സ്ഥിരം ഉണ്ടായിരുന്നത്. ഓരോ കാര്യങ്ങൾക്കും ജിത്തുവാണ് കുറേ നാൾ ഡോണ്ടയും നമ്മൾക്ക് ഈവൻസൊക്കെ ഉള്ള സമയത്ത് എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന കുട്ടി കേട്ടോ. അങ്ങനെ ഡിമ്പിൾ ഡ്രസ്സ് മാറി ഇതേ വരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് കുറച്ച് വലിപ്പമുള്ള കമ്മലിടിച്ചു. അപ്പോൾ ഇഷ്ടമല്ല ഒന്നും ഇടാനായിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ പറ്റില്ല എന്നുകൊണ്ട് ഒരു ചെറിയ വലിപ്പമുള്ള ഒരു കുഞ്ഞ് ഡ്രോപ്സ് ഇടിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതേ പാച്ചുട്ട നോക്കുകയാണ് അമ്മേനെ, ഇഷ്ടമായി എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഇതേ 2 പേര് ഫോട്ടോ എടുക്കാൻ നിൽക്കുകയാണ്. അല്ലെങ്കിൽ ഫോട്ടോ എടുക്കാനൊന്നും അവൻ നിൽക്കാത്തത്. ഇന്നെന്തോ അമ്മയുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ മൂപ്പർക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അവർ ഇതേ പുറപ്പെടാൻ നിൽക്കുകയാണ്. അപ്പോൾ ഫോട്ടോ എടുക്കുമ്പോൾ ഇതേ നമ്മുടെ കുഞ്ഞാൾ കാണിക്കണുണ്ടോ, അവൻ എന്താ പറയുക, ഭയങ്കര കോമഡി താരമായിട്ടാണ് പോക്ക് കേട്ടോ. അങ്ങനെ ഡിവൈൻ്റെ വകയാണ് ഫോട്ടോ സെഷനായിരുന്നു. അപ്പോൾ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത്. അപ്പോൾ ആൻസൺ ഓൾറെഡി ഇന്ന് രാവിലെ മുനമ്പത്തെത്തിയിട്ട് ബാംഗ്ലൂരിൽ നിന്ന് വന്നിട്ടുണ്ട്. അങ്ങനെ അതേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് ജിത്തുവിൻ്റെ കൂടെ ഡിമ്പിളും പാച്ചും പോവാണ് കേട്ടോ. അപ്പോൾ പോയി കഴിഞ്ഞിട്ട് ജിത്തു വിളിച്ചപ്പോൾ പറഞ്ഞു ഭയങ്കര ബ്ലോക്കായിരുന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടോ. എന്നാലും സമയത്തിന് അവിടെ എത്തി. അപ്പോൾ അങ്ങനെ ഇത് പുതിയ ഡ്രസ്സാണ് കേട്ടോ ഡിമ്പിളുടെ. അപ്പോൾ ഇന്നലെ എടുത്ത ഡ്രസ്സിലത്തെ ഒന്നുമല്ല, അതൊക്കെ നമുക്ക് സാധാരണ ഇടാവുന്നതാണ്. അപ്പോൾ ഇത് ഒരു ഫങ്ഷനൊക്കെ പോകുമ്പോൾ അത്യാവശ്യം ഇടാവുന്ന പോലെ, എന്നാൽ വലിയ പോഷായിട്ടും അല്ലാത്ത പോലത്തെ ഒരു ചുരിദാർ എനിക്കും ഇഷ്ടമായി. പിന്നെ ഡിമ്പിൾ എപ്പോഴും ബ്ലാക്കാണ് യൂസ് ചെയ്യുക, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അവൾക്ക് വേറെ കളറുകൾ ഇട്ട് കഴിഞ്ഞാൽ അവൾക്കൊരു കോൺഫിഡൻസ് ഇല്ല. ബ്ലാക്ക് ആകുമ്പോൾ അവൾ പറയും എനിക്ക് കുഴപ്പമില്ല. അപ്പോൾ അതുകൊണ്ട് അധിക ഭാഗം ബ്ലാക്ക്, അല്ലെങ്കിൽ പിന്നെ ഡാർക്ക് ഷെയ്ഡ്സാണ് ഇടുക കേട്ടോ. അപ്പോൾ ഞാനാണ് പിന്നെയും നിർബന്ധിച്ച് ചിലപ്പോൾ കളറുകൾ കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റാം. അങ്ങനെ ദേ ടാറ്റ ബൈ ബൈ പറഞ്ഞിട്ട് ഇവർ പോവാണ് കേട്ടോ. അവർ കെട്ടിപ്പിടിച്ച് ഉമ്മൊക്കെ കൊടുത്ത് യാത്രയാവാണ്. അപ്പോൾ ഇവിടെ ഞാനെപ്പോഴും വിചാരിക്കും ഇവർ ഈ 3 പിള്ളേഴ്സിൻ്റെ പോലെയായിരുന്നു നമ്മളുടെ വീട്ടിലെ 5 ആൾ. അപ്പോൾ നാളെയാണ് ആ 5 ആൾ വീണ്ടും ഒന്നിക്കുന്ന ഒരു ദിവസം. ഞങ്ങൾ കുറേ വർഷങ്ങളായിട്ട് കാത്തിരുന്ന ഒരു ദിവസം. ഒരാളല്ലെങ്കിൽ ഒരാൾ ഉണ്ടാവാറില്ല. അപ്പോൾ നാളെ ജൂലൈ 13, ഞാൻ പറഞ്ഞില്ലേ 13-ാം തീയതി അന്ന വന്നിട്ടുണ്ട്. അന്ന ഇന്നലെ വന്നു. ഇനിയിപ്പോൾ അത് നാളെയാണ് ഞങ്ങളെല്ലാവരും കൂടി ഒന്നിച്ച് കാണാവുന്ന കൂടാമെന്ന് പറഞ്ഞിട്ടുള്ള ദിവസം കേട്ടോ. അപ്പോൾ നിങ്ങളിത് കാണുന്ന സമയമാകുമ്പോഴേക്കും ഞങ്ങളൊക്കെ ദേ പുറപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ അക്കിയുടെ വീട്ടിലാണ് നാളെ എല്ലാവരും കൂടി കൂടുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ദേ ടാറ്റ ബൈ ബൈ പറഞ്ഞ് ഓച്ചുദയും പോവാണ്. അപ്പോൾ ദേ ചാക്കോച്ചൻ നിന്നിട്ട് ടാറ്റ കൊടുക്കൽ കൂടെ പോവാനുള്ളത്. തോമുവിൻ്റെ മുഖം വാടിയിട്ടോ. അവനെങ്ങനെയാണെന്ന് വെച്ചാൽ ഇവർ ഉണ്ടാകുമ്പോൾ ഒരു ബഹളമാണ്. പാച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ വീട് ഉറങ്ങിയ പോലെയാണ്.
അവൻ ആണ് ഇതിൻ്റെ ഇടയിൽ നിന്നിട്ട് കിടന്നിട്ട് ബഹളം വെക്കുന്ന ഒരാൾ. തോമുന്ന് വെച്ചാൽ അങ്ങനെ അധികം ഒച്ചയും ബഹളമൊന്നും ഇല്ലാണ്ട് വളരെ സൈലൻ്റായിട്ട് നിൽക്കുക. എന്നാൽ കൂട്ടത്തിൽ കൂടെ കൂടുമ്പോൾ അവനും കൂടും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്ന് ഞാൻ പറയായിരുന്നു പകൽ മുഴുവൻ ഒരു അനക്കവും ഉണ്ടായിരുന്നില്ല. ചെറിയ ആളും മൂത്ത ആളും കൂടിയിട്ട് ഒരു ട്രെയിൻ കളിക്കുക, ബസ് കളിക്കുക, അങ്ങനെയുള്ള കളികളായിരുന്നു കേട്ടോ മുഴുവൻ. അങ്ങനെ ദേ അപ്പാപ്പൻ അവരെ രണ്ടുപേരെയും യാത്രയാക്കി. അപ്പോൾ ചാക്കോവും പാച്ചുവും ചാക്കോവും തോമും ടാറ്റയൊക്കെ പറഞ്ഞ് അവരകത്ത് കയറി. പിന്നെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ എൻ്റേതായ കാര്യങ്ങൾക്ക് നീങ്ങി. അപ്പോൾ അത് നോക്കിയപ്പോൾ മണി പ്ലാന്റിൻ്റെ ഇവിടെയൊക്കെ മഞ്ഞ കളറായി. അപ്പോൾ ഞാൻ ആ ഇലകളൊക്കെ ഒന്ന് എടുക്കണമെന്ന് വിചാരിച്ചു. പക്ഷേ അപ്പം വിചാരിച്ചെങ്കിലും ഞാൻ ഇപ്പോഴാണ് ഓർത്തത്, അയ്യോ അത് ചെയ്തില്ലല്ലോ എന്ന്. കാരണം ഞാൻ ആരെങ്കിലും പോകുമ്പോൾ ഉമ്മറം കാണുന്നത്, പിന്നെ ഞാൻ ഉമ്മറത്തേക്ക് വരാറേ ഇല്ല കേട്ടോ. അങ്ങനെ ഞാൻ സാധാരണ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പാണല്ലോ ഇതൊക്കെ പാക്ക് ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇരുന്നു. ഇത് നല്ല കളറാട്ടോ, റൂബിയും ജെയ്ഡായിട്ട്. ഇത് റൂബി മാത്രം. അപ്പോൾ കുറേ വെറൈറ്റി ജിംകികൾ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഇതിൽ നോക്കിയാൽ കാണാം. ഇന്നലെയും ഞാൻ കുറച്ച് ജിംകികൾ ഇട്ടിട്ടുണ്ടായിരുന്നു. വീഡിയോ മറ്റേ ഡ്രീം കളക്ഷൻസിലും ഇട്ടിട്ടുണ്ട് കുറച്ച്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് ഇതേ അതിൽ നോക്കിയിട്ട് ഓർഡർ ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മളുടെ നമ്പർ, മുകളിൽ ഇട്ടിട്ടുള്ള നമ്പറാണ്. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് പറയാം കേട്ടോ. ഇത് ഞാൻ വീഡിയോ വരുന്നുള്ളൂ. ഇതിൻ്റെ വീഡിയോസ് ഞാൻ ഡ്രീം കളക്ഷൻസിൽ ഇട്ടിട്ടില്ല, അപ്ലോഡ് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിൽ നിന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ഡാൻസിങ് മറ്റേ ഏഞ്ചലാണ്. അപ്പോൾ അത് കണ്ടു, അതിൻ്റെ കാലാണ് ശരിക്കും ആടുന്നത്. ഫുൾ സ്റ്റോൺസായിട്ട് നല്ല ഭംഗിയുള്ളതാണ് കേട്ടോ. ഇത് മുമ്പ് നമ്മളുടെ കയ്യിൽ ഒരുവിധം എല്ലാ കളറുകളും ഉണ്ടായിരുന്നു. ഇത്തിരി കുഞ്ഞിത്, പക്ഷേ ഇത് ഇത്തിരി വലിപ്പമുള്ളത്. പിന്നെ ഇത് കരിമണി, അങ്ങനെ ഒരുവിധം എന്താ പറയുക, പച്ച, റൂബി, ബ്ലാക്ക്, പേള് ഒക്കെ ഉണ്ട് നമ്മളുടെ കയ്യിൽ. ഇത് ഫുൾ റൂബി സ്റ്റോൺസാണ് കേട്ടോ. അപ്പോൾ ഇതൊന്നും വലിയ വിലയില്ല. സ്റ്റോൺസ് ഉള്ളതിന് ഒത്തിരി വിലയുണ്ട്, എന്നാൽ ട്രഡീഷണൽ ഓർണമെൻറ്റ്സിനേക്കാൾ വില കുറവാണ് ഇങ്ങനത്തെ സ്റ്റോൺസ് ഉള്ളതിന്. ഇത് സാധാരണ സ്റ്റോണാണ് കേട്ടോ. ഇതൊന്നും അധികം വിലയുള്ള ഇതല്ല. ഇങ്ങനത്തെ സ്റ്റോൺ ആകുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, AD സ്റ്റോൺ അല്ലത്, ഇത് നോർമൽ സ്റ്റോണാണ്. അതുകൊണ്ട് ഒരു എന്താ പറയുക, കുറച്ച് പ്ലേറ്റഡ് ഓർണമെൻറ്റ്സിൽ പെട്ടത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നല്ല ഭംഗിയാണ്. 2 മൈലാണ് മുകളിൽ കണ്ടു, 2 മൈലാണ്. പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവില്ല, പക്ഷെ നല്ല രസമുള്ള ജിമിക്കുക. അപ്പോൾ അങ്ങനെ ഇന്ന് ഞാൻ നൂലപ്പമാണ് കഴിച്ചത് കേട്ടോ. നൂലപ്പം പാല് കൂട്ടിയിട്ടാണ് കഴിച്ചത്. അപ്പോൾ ഡിംപിൾ എനിക്ക് തോന്നുന്നു ബ്രെഡ് മുട്ടയാണ് കഴിച്ചത്. ഇന്ന് ഞാൻ പറയാറില്ലേ, ശനിയാഴ്ച ദിവസം എല്ലാവർക്കും ഓരോ തരം ഭക്ഷണമെന്നുള്ളത്. അപ്പോൾ ഡാഡിയും ബ്രെഡും മുട്ടയും കഴിച്ചു, ഡിവൈൻ നൂഡിൽസ് കഴിച്ചു. ഡോൺ ഇന്ന് നേരത്തെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കാലത്തെ പരിപാടികളൊന്നും ഇങ്ങനെ കഴിഞ്ഞ് വരുമ്പോഴേക്കും സമയം 11-11:30 അപ്പോൾ ഞാൻ ഇന്ന് വിചാരിച്ചു കുറച്ച് ഇനിയിപ്പോൾ നാളെ സൺഡേ അല്ല, അപ്പോൾ പെട്ടെന്ന് തിരക്ക് കൂട്ടിയിട്ട് പാക്കിങ് വേണ്ട, പിന്നെ ഒക്കെ ജിംകികളും കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഡിംപിളും അതേ പോകുന്നതിന് മുമ്പ് കംപ്ലീറ്റ് കാര്യങ്ങൾ കഴിച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് മുകളിലത്തെ 2 കബേർഡ്, അതായത് ഇപ്പുറത്തെയും പിന്നെ ഓവൻ്റെ മുകളിലുള്ള കബേർഡും കംപ്ലീറ്റ് ഡാഡിയെ കൊണ്ട് പുറത്തേക്ക് ഇടിപ്പിച്ചു വിട്ട് അതിൻ്റെ ഉള്ളിലത്തെ ടിന്നുകളും കാര്യങ്ങളും. കാരണം എന്താ വെച്ചാൽ എനിക്ക് ഒരു സ്വഭാവമുണ്ട്, നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ പോയിട്ട് വരുമ്പോൾ സാധനങ്ങൾ ഇങ്ങനെ ആക്കിയിട്ട് ബാക്കി ബോക്സുകളിലാക്കിയിട്ട് നീക്കി വയ്ക്കും. പക്ഷേ പിന്നീട് ഞാനത് മറക്കും. ഞാനാണല്ലോ ഒതുക്കലിൻ്റെ ആൾ. അപ്പോൾ കുട്ടികൾ അതുണ്ടോ ഇതുണ്ടോ ചോദിക്കുമ്പോൾ ഞാൻ ചില സമയത്ത് നോക്കിയിട്ട് ഇല്ല എന്ന് പറയും. പക്ഷേ ഈ സംഭവം ചെപ്പിൽ ഇട്ടിട്ട് അങ്ങോട്ട് നീങ്ങിയിരിക്കുന്നുണ്ടാവും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി അത് ശരിയാവില്ല, കാരണം എപ്പോഴും എനിക്ക് അങ്ങനെ നോക്കി കണ്ടും കേട്ട് നിൽക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊക്കെ ഒന്ന് ഒതുക്കാം, ആവശ്യമില്ലാത്ത ബോക്സുകളൊക്കെ ഒന്ന് കെട്ടി വയ്ക്കാം. അപ്പോൾ ഞാൻ അലക്കാനായിട്ട് ഇട്ടിട്ടാണ് ആ പണികൾക്ക് നിന്നത് കേട്ടോ. പക്ഷെ അതിങ്ങനെ താഴ്ത്ത് കൊണ്ടുവന്ന് വെച്ചതും പിന്നെ എനിക്ക് തോന്നി അവർ കരഞ്ഞു തുടങ്ങി. പട്ടികൾ അവർക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ നല്ല വെയിലാണ്. അപ്പോൾ അവർക്ക് വെറുതെ ഒരു സൂത്രം, ഒരു ചില സമയത്ത് അങ്ങനെ എന്നെ കണ്ടു കഴിഞ്ഞാൽ കൊഞ്ചലിത്തിരി കൂടുതലാണ്. അപ്പം ഞാൻ അധിക ഭാഗം ഡാഡിയെ കൊണ്ടാണ് കൂടൊക്കെ തുറക്കാനായിട്ട് പറയാം കേട്ടോ. അങ്ങനെ ഞാൻ പുറത്തിറങ്ങിയപ്പോൾ തുണികൾ വാഷ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഞാൻ വിചാരിച്ചു തുണികൾ ഉണങ്ങിയതൊക്കെ ഇങ്ങോട്ട് എടുക്കാമെന്ന്. നോക്കിയപ്പോൾ ഒരു കുന്നുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും കുറേ എന്ന് പറഞ്ഞാൽ കുറേ ഉണ്ടായിരുന്നു. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നല്ല മഴയല്ലായിരുന്നു. അപ്പോൾ ഇതൊന്നും എടുത്ത് മറ്റേത് ഞാൻ കുറേശ്ശെ അകത്തിട്ടിട്ട് ഉണക്കി അപ്പം മടക്കി വയ്ക്കുകയല്ലേ ചെയ്യുക. ഇത് ഒന്നിച്ചങ്ങോട്ട് എടുത്തപ്പോൾ എന്നുവെച്ചാൽ നല്ല വെയിലുണ്ടായിരുന്നു. അപ്പോൾ ആ ചൂട്ടോടെ അതങ്ങോട്ട് എടുത്തു കഴിഞ്ഞപ്പോൾ ഒരു കട്ടിൽ നിറച്ച് തുണികളായിരുന്നു. പക്ഷേ സാരമില്ല, ഞാൻ സമാധാനത്തിൽ അപ്പം തന്നെ മടക്കണം എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ഇപ്പം കുറച്ച് നേരത്തെയാണ് ഞാൻ കിടക്കാൻ വന്നപ്പോഴാണ് അയ്യോ ഇതിവിടെ ഉണ്ടല്ലോ എന്നുള്ളത് ഓർത്തത് കേട്ടോ. അപ്പോൾ ഡിംപിൾ ഉണ്ടെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഡിംപിൾ ആ വശത്തുനിന്ന് മടക്കി വയ്ക്കും. ഇത് ഞാനത് മറക്കുകയും ചെയ്തു. അങ്ങനെ തോമോന് എന്ത് ചെയ്യണമെന്ന് പിടുത്തല്ലാണ്ട് പാവം ബനിയൻ ഇട്ടിട്ട് ഒളിച്ച് കളിക്കുകയൊക്കെ ചെയ്യണം കേട്ടോ.
അങ്ങനെ ഇവരെ ഞാൻ എന്ത് കാണിച്ചു, ഇന്ന് ശനിയാഴ്ചയല്ലേ, ഞാൻ പറയാറില്ലേ ശനിയാഴ്ചയാണ് ഞാൻ ഇവിടെയൊക്കെ അടിച്ച് കഴുകണ ദിവസം എന്ന്. അവരാദ്യം പുറത്താക്കി, ആദ്യം കൂട് ഫുള്ള് കഴുകി കഴിഞ്ഞപ്പോൾ വാഷിംഗ് മെഷീനിൽ തുണിയിട്ടുണ്ടല്ലോ, അപ്പോൾ അത് കഴുകി കഴിയണ നേരം കൊണ്ട് ഞാൻ വിചാരിച്ചു ഇവിടേക്കൊന്ന് ക്ലീൻ ചെയ്യാമെന്ന്. ഒന്നുമില്ല ക്ലീൻ ചെയ്യാനായിട്ട്, എന്നാലും വെറുതെ ഒന്ന് വെള്ളമടിച്ച് ചെടികൾക്കൊക്കെ ഒന്ന് വെള്ളമൊഴിച്ച് അങ്ങനെ വരുമ്പോൾ എനിക്കും ഒരു ഒരു വെറുതെ ഒരു തൃപ്തി, ഒരു നമ്മളെന്താ പറയുക, ക്ലീൻ ചെയ്തു എന്നൊരു തോന്നൽ, ഒന്നുമില്ലെങ്കിൽ പോലും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇതാ വരുമ്പോഴേക്കും തുണികൾ ദേ വാഷ് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ അത് ഇടാന്നുള്ളതാണ്. അപ്പം ഞാൻ മറ്റേ സ്പീക്കറിൽ ഓരോന്ന് വെച്ചിട്ടായിരിക്കണ്ടായിരുന്നു. അപ്പോൾ ഇത് ഇടണ നേരത്ത് ഡോൺ ഊണ് കഴിക്കാൻ വന്നിട്ട്, അപ്പോൾ അവൻ ചോദിക്കായിരുന്നു മമ്മി ഇത് എന്തിട്ട് കേൾക്കണേ, നേരം പാട്ട് വെച്ചുവിടുന്നു. ഞാൻ സാധാരണ അങ്ങനെ ആരുടെയും ചാനൽസ് അങ്ങനെ അധികം കാണുന്ന കൂട്ടത്തിലല്ല കേട്ടോ. പക്ഷേ ഇപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ ചില കാര്യങ്ങൾ കാണുമ്പോൾ ഒന്ന് കാണാനുള്ളൊരു കേൾക്കാൻ കാണില്ല കേട്ടോ എൻ്റെ. അപ്പം ഞാനിത് കേൾക്കുമ്പോൾ ഞാൻ കുട്ടികളോട് പറയാം എൻ്റെ ഈ വീഡിയോസ് ഇതുപോലെ കേൾക്കുകയും ചെയ്യണത്. കാരണം കാണുന്നേക്കാൾ കൂടുതൽ നമുക്ക് കേൾക്കുകയല്ലേ ചെയ്യുക. അപ്പം ഞാൻ പാട്ടാകുമ്പോൾ ഒരെണ്ണം കഴിഞ്ഞാൽ നമ്മളത് ചെല്ലണം. ഇങ്ങനെ ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂറിൻ്റെ യൂട്യൂബ് ചാനലാണെങ്കിൽ നമുക്ക് കേൾക്കുകയും ചെയ്യാം, നമ്മളുടെ പണികൾ നടക്കുകയും ചെയ്യും. അങ്ങനെ ആ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വീണ്ടും ഞാൻ എൻ്റെ കമ്മലുകൾ, അപ്പോൾ ഇത് കുഞ്ഞിതാണ് എന്ന് വെച്ചിട്ട് വളരെ ചെറുതൊന്നും അല്ല കേട്ടോ. ഒരു എന്താ പറയുക 10-14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഇടാൻ പറ്റുന്ന ഒരു ഇടത്തരം വലിപ്പമുള്ള കമ്മലുകളാണ് കേട്ടോ. അപ്പം ഞാൻ വേഗം അടുത്തത് അതിന് വേണ്ടിയിട്ടാണ് നിന്നത്. അപ്പോഴും ഞാൻ അടുക്കളയിൽ വെച്ച പാത്രങ്ങളൊക്കെ അവിടെ ഇരിക്കുമായിരുന്നു. ഞാൻ വിചാരിച്ചു ഇത് കഴിഞ്ഞിട്ടാവാം, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ചോറ് ഓൾറെഡി ഡിവൈൻ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്ന് മീൻ കറി വെച്ചു ഡിവൈൻ, പിന്നെ മീൻ വറുത്തു, പിന്നെ കൂർക്ക ഉപ്പേരിയും വെച്ചിട്ടുണ്ടായിരുന്നു. കൂർക്ക ഇന്നലെ ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ അതിൽ നിന്ന് എടുത്തിട്ട് ഉപ്പേരിയും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതായിരുന്നു ഇന്ന് ഉച്ചയിലത്തെ. അപ്പോൾ ഡോൺ ഇന്ന് നല്ലോണം നേരത്തെ ഭക്ഷണം കഴിക്കാൻ വന്നു. അവൻ രാവിലെ നേരത്തെ പോയതാണ്. അപ്പോൾ അത് കഴിഞ്ഞ് വന്ന് പോയതോട് കൂടിയിട്ട് ഞാൻ ഇത് ഫോട്ടോസ് വേറൊരു സെക്ഷൻ. അപ്പോൾ ഇത് പിന്നുള്ള ജിമിക്കാണ് കേട്ടോ. ബാക്കിയൊക്കെ നമ്മളുടെ ഗോൾഡ് കമ്മൽ പോലെ പിരിയണം. അപ്പോൾ ഇതൊക്കെ നല്ല നല്ല പാറ്റേണുകളാണ്. നിങ്ങൾ ഓരോന്നും സൂക്ഷിച്ച് നോക്കിയാൽ അറിയാം. ഓരോന്നും ഓരോ തരത്തിലാണ്. ചിലത് എങ്ങനെയാണെന്ന് വെച്ചാൽ മണിയുള്ള പാറ്റേൺ, ചിലത് മണി ഇല്ലാണ്ട്. ഇത് നമ്മളുടെ എന്താ പറയുക ഡിംപിളിന് ഒരുക്കിയിട്ടുണ്ടായിരുന്നു ഈ കമ്മൽ കേട്ടോ. അപ്പോൾ ഇതിട്ടിട്ട് ഏതോ ഒരു എനിക്ക് വായിൽ കിട്ടണില്ല. അതിൽ ആ ഡ്രസ്സിന് ഒരു മജന്ത ഡ്രസ്സിന് മാച്ച് ചെയ്തിട്ട് ഇതാണ് കമ്മലായിരുന്നു. ഭയങ്കര ഭംഗിയാണ് കേട്ടോ. ഇത് സാധാരണ കാണാനായിട്ടും ഇടാനായിട്ടും നല്ല ഭംഗിയാണ്. അപ്പോൾ ഇതിപ്പോൾ വീണ്ടും ഫാഷനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ്. അപ്പോൾ അത് ആവശ്യക്കാരുണ്ടെങ്കിൽ പറയുക. ഈ 2 പാറ്റേൺ തന്നെയുള്ളൂ കേട്ടോ. ഒന്ന് പിൻ ടൈപ്പാണ്, ഒന്ന് സാധാരണ മറ്റേ ഗോൾഡിൻ്റെ പിരി പോലെയാണ് കേട്ടോ. പിന്നെ ഇതൊക്കെ നിങ്ങൾക്കറിയാം സാധാരണ ഗോൾഡൻ ജിംക്കികളാണ്. ജിംക്കി എന്ന് പറയുമ്പോൾ ഇത് പണ്ടത്തെ ജിംക്കി. എനിക്ക് തോന്നുന്നു ഒരു 7-8 നമ്മൾ പഠിക്കണ കാലത്ത് എൻ്റെ പ്രായമുള്ളവർ കേട്ടോ ഉണ്ടായിരുന്ന ജിംക്കിന് ആ ഒരു ജിംക്കി പണ്ട് നമ്മളുടെ കല്യാണത്തിൻ്റെ സമയത്തൊക്കെ ഒരു ജിംക്കി എന്ത് തന്നെയായാലും ഉണ്ട്, ഒരു ജിംക്കിയും ഒരു കുഞ്ഞ് കമ്മലും, അങ്ങനെയാണ് അന്നൊക്കെ. അങ്ങനെ ഉച്ചയിലത്തെ പരിപാടികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇന്ന് നേരത്തോടെ പോസ്റ്റ് ചെയ്യണം. ഇന്ന് ശനിയാഴ്ചയല്ലേ. അപ്പോൾ ഞാൻ വേഗം ഭക്ഷണം കഴിക്കാൻ നിന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയിലാണ് ഭക്ഷണം കഴിക്കാൻ, അതൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ, പാത്രങ്ങളൊക്കെ അങ്ങനെ തന്നെ ഇട്ട്. അപ്പോൾ ഡാഡിയുടെ ഊണ് കഴിഞ്ഞോട് കൂടിയിട്ട് പരിപാടികളൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഞാൻ വേഗം ഒതുക്കാനായിട്ട് നിന്നു. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ എൻ്റെ പണ്ടത്തെ, അതായത് 10 അതിനേക്കാളൊക്കെ മുമ്പ് ഉള്ളത്തെ AVT ചായപ്പൊടി കിട്ടുന്ന ഒരു ബോക്സായിരുന്നു ഇത് കേട്ടോ, AVTയുടെ ചായപ്പൊടിയുടെ. അപ്പോൾ ആ സമയത്ത് നമ്മൾ സ്ഥിരം വാങ്ങിച്ചിരുന്നത് ഇതാണ്. ഇത് കഴിഞ്ഞിട്ടാണ് ഈ ബ്രൗൺ മൂടി വന്നത്. അപ്പോൾ ഞാൻ അന്നും എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴും വാങ്ങിക്കേണ്ടതല്ലേ, അപ്പോൾ രണ്ടെണ്ണം വാങ്ങിക്കും, അങ്ങനെയാണ്. അപ്പോൾ ഇത് ഒതുക്കാനായിട്ട് തുടങ്ങിയപ്പോൾ നമ്മുടെ റോസയും തക്കുടും കൂടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ റോസ തൃശ്ശൂർക്ക് വന്നതാണ്, മറ്റേ 19-ാം തീയതി അന്നയുടെ കൊച്ചിൻ്റെ കുർബാന സ്വീകരണം. അതിനാണിപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഒന്നിച്ച് കൂടിയിട്ടുള്ളത്. അപ്പോൾ അന്നൊക്കെ കുറച്ച് സാധനങ്ങളും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് റോസ വന്നത്. പിന്നെ നാളത്തെ ഒരു ദിവസത്തേക്കും കൂടിയിട്ട് വന്നിട്ടുള്ളതാട്ടോ. അപ്പോൾ നാളെ പോവും. അപ്പോൾ അവർ 2 പേരും കൂടിയിട്ട് വെല്ലഡാഡിയുടെ വണ്ടിയും കൊണ്ട് വന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു അരമണിക്കൂർ, അതിന് കൂടുതലൊന്നും നിന്നില്ല കേട്ടോ. അത് കഴിഞ്ഞ് വർത്താനമൊക്കെ പറഞ്ഞ് കുറേ ബഹളവും കാര്യങ്ങളും. അപ്പോൾ ചാക്കോച്ച നല്ല ഉറക്കമായിരുന്നു. അപ്പോൾ റോസ്മായുടെ ഒക്കത്ത് കയറി തോമുനാണ് റോസ്മായിൻ്റെ ജീവനാണ്. അങ്ങനെ അത് കഴിഞ്ഞ് തക്കുടു വണ്ടി എടുത്തെങ്കിലും അവന് 18 വയസ്സായിട്ടാട്ടോ ലൈസൻസ് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് റോസയാണ് വണ്ടി എടുത്തത്. ഇവിടുന്ന് അവൻ പൂതിക്ക് ഗേറ്റ് വരെ പോയതാണ് കേട്ടോ. അങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും എൻ്റെ ഒതുക്കലിലേക്ക് കടന്നു. അപ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിലായിരുന്നു എൻ്റെ പഞ്ചസാര, മറ്റേ പുട്ടുപൊടി, ഇതൊക്കെ ഈ ചെപ്പുകളായിരുന്നു.
അവിടെ നിന്നാണ് പിന്നെ മാറി 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 വേറെ ബോക്സുകളിൽ ആയിട്ട് മാറിയത്. കണ്ടു, ഗോതമ്പ് പൊടി, പിന്നെ വേറെ മറ്റേ പുട്ട്, എല്ലാതും ഇങ്ങനത്തെ പാത്രത്തിലായിരുന്നു. അപ്പോൾ അത് ഞാൻ വിചാരിച്ചു അതിനകത്ത് ഇപ്പോൾ ഒന്നുമില്ല, ഒക്കെ താഴ്ത്ത് മറ്റേ നീല മൂടിയായി. എന്നാൽ പിന്നെ ഇത് വെറുതെ ഇങ്ങനെ പരത്തിയിടണ്ടല്ലോ വെച്ചിട്ട് ഞാൻ ഉള്ളിൽ വെച്ചിട്ട് സീൽ ചെയ്ത് മുകളിൽ ഒരറ്റത്തേക്ക് മാറ്റി വെച്ചു. എപ്പോഴെങ്കിലും എന്തിനെങ്കിലും കുട്ടികൾക്ക് തന്നെ ആവശ്യം വരികയാണെങ്കിൽ എടുത്തോട്ടെ, കാരണം നല്ല കട്ടിയുള്ള പാത്രമാണ്. അപ്പോൾ ഇത് നമ്മളുടെ പട്ടികളുടെ സെക്ഷനാണ് കേട്ടോ. ബിസ്ക്കറ്റും റൂൾസും പിന്നെ അവരുടെയൊക്കെയുള്ള അരിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അത് ഞാൻ മിക്സിയുടെ പിന്നിലാണ് ഇന്നാൾ ഒതുക്കിയപ്പോൾ നിങ്ങൾ കണ്ടില്ലേ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് എടുക്കാൻ വലിയ പാട് ഇവർക്ക് കൊടുക്കുന്ന സമയത്ത്, എന്നാൽ പിന്നെ അതിരിക്കട്ടെ ഇതിൻ്റെ മുകളിൽ. അപ്പോൾ ഇതിൻ്റെ മുകളിൽ വേറെ ഒന്നും വെക്കാണ്ടാകുമ്പോൾ കുട്ടികൾക്കായാലും അറിയാതെ അവിടെയാണ്. അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ചാക്കോച്ചൻ്റെ സിർലാക്ക് പഴയത് ബാക്കി വന്നിട്ടുണ്ടായിരുന്നത്, ഇപ്പോൾ അവ അങ്ങനെ ചോറൊക്കെ ഉണ്ടു തുടങ്ങിയല്ലോ. അപ്പോൾ അതിപ്പോൾ അവർക്കാണ് ഞാനത് കൊടുക്കണത് കേട്ടോ. ലൂസാക്കി അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഇങ്ങേ വശം, അതായത് ഓവൻ്റെ മോൾ ഭാഗം കംപ്ലീറ്റ് ഞാൻ ഡാഡിയെ കൊണ്ട് ഇടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ നമ്മളിപ്പോൾ 5 കിലോൻ്റെ അരിപ്പൊടിയൊക്കെ അല്ലേ വാങ്ങിക്കണേ, അതൊക്കെ ഉള്ള ബോക്സുകളും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചു. ബിരിയാണി അരി, പച്ചരി, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വെച്ചു. ശരിക്കും 2 മണിക്കൂർ എടുത്തു കേട്ടോ ഇതൊക്കെ ഒന്ന് ഒതുക്കി വരാനായിട്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഓരോന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരുവിധം എല്ലാതും ഒതുങ്ങി, സ്റ്റോക്കുകളൊക്കെ പുറത്തേക്ക് എടുത്തു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ 2 കുപ്പി നെയ്യ് കിട്ടി. ഞാൻ പറയാറില്ലേ, ഞാൻ എന്തെങ്കിലുമൊക്കെ എവിടേക്കെങ്കിലുമൊക്കെ മാറ്റി വയ്ക്കുന്നു. അങ്ങനെ 2 കുപ്പി നെയ്യ് നീങ്ങിയിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്ത് ഇതേ പുറത്ത് വെച്ച് വലിയ ബോട്ടിലെടുത്ത് മാറ്റി വെച്ച് ഫുള്ള് ഇതേ അവിടെ ക്ലീൻ ചെയ്ത് ചായയും വെച്ചു. അപ്പോഴേക്കും സമയം റോസ വന്നപ്പോൾ ഞാൻ ഓൾറെഡി കോഫി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ മറ്റേ ഹേസൽനട്ടിൻ്റെ മതി എന്ന് പറഞ്ഞു തക്കിടും. അപ്പോൾ ഞാൻ ചോദിച്ചു ഇതിലേതാ ഇഷ്ടം ചോദിച്ചപ്പോൾ അത് മതി എന്ന് പറഞ്ഞപ്പോൾ അത് വെച്ച് നല്ല ഫ്ലേവറാട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഓൺലൈനിൽ നിന്നാണ് ഇപ്പോൾ ഞാനത് വാങ്ങിച്ചത്. മുമ്പ് എനിക്ക് ഒരു മോള് സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ ചായ കൂടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവർക്കുള്ള ഫുഡ് എടുത്തു. അപ്പോൾ ഇതിൽ നമ്മുടെ പാൽക്കപ്പ ബാക്കി ഉണ്ടായിരുന്നല്ലോ അത്, പിന്നെ കുബൂസ്, പിന്നെ നൂലപ്പം, ഇതൊക്കെ ബാക്കി ഉണ്ടായിരുന്നു, ബ്രെഡ്. അപ്പോൾ ഇതെല്ലതും കൂടി ഞാൻ മിക്സിയിലിട്ടൊന്ന് പൊടിച്ചിട്ട് ആ കൊള്ളിയുടെ കൂടെ മിക്സ് ചെയ്ത്, പിന്നെ ഇന്നലെ പൂരിയുടെ മസാല കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു, എല്ലാം കൂടി മിക്സ് ചെയ്ത് അവർക്ക് 3 പേർക്ക് ഫുഡ് കൊടുത്ത് കഴിഞ്ഞ് വന്ന് സന്ധ്യ നേരമായി. അത് കഴിഞ്ഞ് കുട്ടികൾക്ക് സ്നാക്സ് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇന്ന് ഒന്നും ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇന്ന് പറഞ്ഞില്ല, ഒരു മിനിറ്റ് എനിക്ക് റെസ്റ്റ് കിട്ടിയിട്ടില്ല. അപ്പം ഞാൻ വേഗം എന്ത് കാണിച്ചെന്ന് വെച്ചാൽ മറ്റേ ഇതെടുത്തിട്ട് പാറ്റി എടുത്തിട്ട് വറുക്കാൻ നിന്നു. അതോടുകൂടി കുട്ടികൾക്ക് ഫ്രഞ്ച് ഫ്രൈസ് കൊടുത്തു. അപ്പോൾ ഇത് നമ്മുടെ ചാക്കോച്ചൻ അത് കഴിഞ്ഞിട്ട് ഞാൻ വന്ന് ഇവിടെ ഇരുന്നു കേട്ടോ. ഫ്രഞ്ച് ഫ്രൈസ് ഡിവൈൻ ചെയ്യാനായിട്ട് നിന്നു. അപ്പോൾ ഞാൻ വന്ന് ഇവിടെ ഇരുന്നപ്പോൾ ഒരുത്തൻ്റെ ഇതാണ് പ്രകടനങ്ങളാണ്. അതായത് ഞാൻ എവിടെയാണോ ഇരിക്കണേ അവിടെ നിന്നിട്ട് അവൻ ഇങ്ങനെ വട്ടം ചുറ്റി ഓരോന്ന് കാണിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് ഇടയ്ക്ക് നോക്കും ഞാൻ കാണുന്നില്ലേ എന്ന് നോക്കും. അതാണ് കേട്ടോ അവൻ്റെ മെയിൻ പരിപാടി. ഇതാണ്. അങ്ങനെ അതേ ഓടിച്ചാടി കളിക്കൽ, ഒളിച്ച് കളിക്കൽ, 2 പേർക്ക് എന്ത് ചെയ്യണമെന്ന് പിടുത്തല്ലാണ്ടിരിക്കുക. അപ്പം ഞങ്ങൾ പറയാമായിരുന്നു ഒരു അനക്കവും ഇല്ല ഇന്ന്, ഒരു ബഹളമോ. മറ്റേത് ഈ നേരത്തായ കാപ്പി പൂന്നിട്ടുള്ള ഭയങ്കര ഒച്ചയും ബഹളമാണ് കേട്ടോ, ഉറക്ക പാട്ട് വെക്കലും ഡാൻസും. ഇതിപ്പോൾ ഒന്നുമില്ല. അപ്പം ഞാൻ 2 വരി പാടിയപ്പോൾ അതിന് ചാക്കോച്ചൻ 2 ചാട്ടം ചാടിയതാട്ടോ. അത് കഴിഞ്ഞ് പിന്നെ അവർ ബസ് കളിക്കുക, ട്രെയിൻ കളിക്കുക, അങ്ങനെയുള്ള കളികളായിരുന്നു. പിന്നെ കെട്ടിപ്പിടിച്ച് നടക്കുക ചേട്ടനനിയനും, അതായിരുന്നു ചെയ്യണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അക്കി എങ്ങനെ പേടിപ്പിക്കാമെന്ന് ചോദിക്കുമ്പോൾ കാണിക്കണതാണ് ഇത്. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും നമ്മുടെ ജിമിക്കിയുടെ സെക്ഷനിലേക്ക് കടന്നിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞില്ലേ 4-5 സെക്ഷൻ ജിമിക്കിയുണ്ട്. ഫസ്റ്റ് വലിയതുണ്ട്, പിന്നെ മൾട്ടി കളറുണ്ട്, പിന്നെ അതേ കരിമണി പോലെയുള്ള കുറേ പാറ്റേണുകളുണ്ട്, പിന്നെ നമ്മുടെ ട്രഡീഷണൽ നാഗപടം, പാലയ്ക്ക, അങ്ങനെയുള്ള സംഭവങ്ങളുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് ഫുൾ ജിമിക്കിയുടെ കൂടെ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഈ പറഞ്ഞ പോലെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്, ഇടാനും ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഞാൻ ഇടാറില്ല എന്ന് മാത്രം. എനിക്ക് ആരെങ്കിലുമൊക്കെ ഇട്ട് കാണാൻ വലിയ ഇഷ്ടം. ഇവിടെ കുട്ടികളോട് പറഞ്ഞാൽ 2 പേരും ഇടില്ല. ഇന്ന് ഞാൻ ഡിമ്പിളിനെ വളരെ നിർബന്ധിച്ചിട്ടാണ് ഒരു കൊച്ചു കമ്മലെങ്കിലും ഇട്ട് വിട്ടത്. അപ്പോൾ അതൊക്കെ ഇടുമ്പോൾ കുട്ടികൾക്ക് തന്നെ ഒരു ഭയങ്കര മാറ്റമാണ്. പക്ഷേ അവരത് സമ്മതിക്കില്ല. മാലയായാലും വളയായാലും ഇവരൊന്നും മാറ്റാൻ സമ്മതിക്കില്ല. അപ്പോൾ അങ്ങനെ ഈ ജിമിക്കികളൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹം കേട്ടോ, ആരെങ്കിലുമൊക്കെ ഇട്ട് കാണാനായിട്ട്. അപ്പോൾ ചില കുട്ടികൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളുടെ ഇത് വാങ്ങിയ സാധനം ഇട്ടിട്ട് ഫോട്ടോ അയക്കും. അപ്പോൾ അത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം നമ്മളുടെ തന്നെ ഓർണമെൻറ്റ്സ് വേറൊരാൾ ഇട്ടിട്ട് ഒരു ഫോട്ടോ ഇടുമ്പോൾ അത് കാണാനൊരു പ്രത്യേക ഭംഗിയല്ലേ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇത് എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുള്ള കുട്ടികൾ ഇനി എനിക്ക് തോന്നുന്നു മുടങ്ങാണ്ട് എനിക്ക് ഇട്ട സാധനങ്ങൾ എനിക്ക് യൂസ് ചെയ്തിട്ട് കാണിക്കും തോന്നുന്നു. ഇതൊക്കെ നല്ല ഭംഗിയുള്ള ജിമിക്ക കേട്ടോ.
നല്ല ഇങ്ങനെ ഇങ്ങനത്തെ ഇട്ട് കഴിഞ്ഞാൽ അധികം ഉയരമില്ലാത്ത കുട്ടികൾ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഹൈറ്റ് ഫീൽ ചെയ്യും. അപ്പോൾ നമ്മളെപ്പോഴും ചെയ്യേണ്ടത് അങ്ങനെയാണ്. അധികം ഉയരമില്ലാത്ത കുട്ടികൾ നീളമുള്ള കമ്മലുകൾ ഇട്ടാൽ ഹൈറ്റ് ഫീൽ ചെയ്യും. അങ്ങനെ ഇന്ന് വൈകുന്നേരം ഞാൻ പറഞ്ഞു സിമ്പിളായിട്ട് എന്തെങ്കിലും മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡിവൈൻ കുറച്ച് പരിപ്പെടുത്ത് മുളക് വെച്ച് മുട്ട വലിയൊരു മുട്ട ഒന്നിച്ച് ഒരെണ്ണം ഉണ്ടാക്കി, പിന്നെ ചമ്മന്തി, തേങ്ങ ചമ്മന്തി ഉണ്ടാക്കി. അങ്ങനെ നല്ല ചൂടുള്ള ചോറിൻ്റെ കൂടെ നമ്മളെ നാടൻ ഒരു സിമ്പിൾ അത്താഴം എന്ന് പറയില്ലേ, അതും കൂടി കഴിച്ച്. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞില്ലേ നേരം പോണില്ല, ആർക്കും ഒരു അനക്കവും ഇല്ല. സംഭവം പാച്ചു ഒരാളാണ് കുറഞ്ഞത് ഓച്ചു, പക്ഷേ ഭയങ്കര മിസ്സിങ് ആയിരുന്നു. അങ്ങനെ ഡിവൈൻ നല്ല മാമ്പഴം ഡാഡി കൊണ്ടുവന്നതിൽ ഒരെണ്ണം ഉണ്ടായിരുന്നു, അതെടുത്ത് ഷെയ്ക്ക് അടിച്ചു. ആ പൂണ് കഴിഞ്ഞ് അതും കഴിച്ച് അപ്പനും മക്കളും ആദ്യം യാത്രയായി. അപ്പോൾ ഡിവൈൻ ഇന്ന് റോബോട്ടിനെ ഇറക്കി വിടാനായിട്ടുള്ള പരിപാടിയിലാണ് കേട്ടോ. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ പട്ടികളുടെ കാര്യങ്ങളും ഒക്കെ തീർത്തിട്ട് ഞാനിങ്ങോട്ട് പോന്നു. ഇനിയിപ്പോൾ നാളെ അങ്ങോട്ട് പോകണ്ടേ, അപ്പോൾ അത് മനസ്സിലിങ്ങനെ എപ്പോഴും അതിങ്ങനെ കിടക്കുക, അങ്ങോട്ട് നാളെ പോകണം എന്നുള്ളത്. അങ്ങനെ ഞാൻ ഇവരുടെ പരിപാടിയൊക്കെ കഴിച്ച് ഇഷ്ടം പോലെ ഇന്ന് അറക്കിയതുണ്ടായിരുന്നു. പക്ഷേ ഒന്ന് വാടിയിട്ട് പോലുമില്ല. കാരണം കുറച്ച് നേരം ഒന്ന് വെയിലുദിക്കും, ഉച്ചതിരിഞ്ഞ് വെയിലുദിക്കണേക്കാളും സ്പീഡിൽ അതിനേക്കാളും വലിയ മഴയാണ് വന്നിരുന്നത്. അപ്പോൾ ഒന്നും എടുത്ത് അകത്തിടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം അപ്പോഴാണ് ഞാൻ തുണികളുടെ കാര്യം ഓർത്തത്. അകത്തേക്ക് ഇടണ്ടേന്ന് ഓർത്തപ്പോഴാണ് ഓർത്തത്, അയ്യോ കാലത്തിട്ട തുണികൾ കട്ടുമ്പോൾ തന്നെ എടുക്കുകയാണല്ലോ, അത് മടക്കിയിട്ടില്ലല്ലോ എന്ന്. അങ്ങനെ ഡിവൈൻ റോബോട്ടിനെ ഇറക്കി പോയി കഴിഞ്ഞപ്പോൾ ഞാൻ പതുക്കെ ബെഡ്റൂമിൽ കയറി. കാരണം ഡാഡിക്ക് കിടക്കണമെങ്കിൽ അവിടെ നിന്ന് തുണികൾ മടക്കണം. അങ്ങനെ ഞാൻ കയറി. ആ സമയത്ത് റോബോട്ട് ഫുൾ ക്ലീൻ ചെയ്തു. ഇപ്പോൾ ഞാൻ ഇന്നാൾ പറഞ്ഞില്ലേ സോഫയിടയ്ക്ക് ഇത്തിരി ഹൈറ്റ് വെപ്പിച്ചപ്പോൾ നല്ല സുഖമായി കംപ്ലീറ്റ് ക്ലീൻ ആവുന്നു. അപ്പോൾ പ്രശ്നം അതെന്താണെന്ന് വെച്ചാൽ ഇത് അവരെ വിടുന്ന ദിവസം ഇത് മുഴുവൻ എടുത്ത് പരിയപ്പുറത്തിട്ടിട്ടാണ് നമ്മൾ ആ റോബോട്ടിനെ ഇറക്കി വിടുക. അപ്പോൾ ഇത് കഴിയുമ്പോൾ നമ്മളെങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്ക് ഇത് ഒക്കെ റെഡിയാക്കി ഈ സാധനങ്ങളൊക്കെ അതാത് സ്ഥാനങ്ങളിലിട്ട് എനിക്കവിടെ അടിച്ച് വരാണ്ട് കിടന്നാൽ ഒരു സ്വസ്ഥതയും ഉണ്ടാവില്ല. അപ്പോൾ ഇത് ഞാൻ വിചാരിച്ചു അവിടെ കിടന്നോട്ടെ, ഡാഡി നാളെ ശരിയാക്കിക്കോളും, ശരിക്കിട്ടോളും. എനിക്കത് എല്ലാം കൂടി വലിച്ചിടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യാമെന്ന് ചോദിച്ചു. അപ്പോൾ അത് കണ്ടില്ലേ, എൻ്റെ കട്ടുമ്മ കിടക്കണ കിടപ്പ് കുറേ ദിവസത്തെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഉണക്കം ശരിയാവാണ്ട് ഈ ഈർപ്പം നിൽക്കുമ്പോൾ നമ്മളത് മടക്കി വെച്ചാൽ സുഖമില്ല. അപ്പോൾ ഇന്ന് ഞാൻ നല്ല ചൂടുള്ള സമയത്ത് തന്നെ വെയിൽ ഉണങ്ങിയിട്ടുണ്ടായിരുന്നു, ചൂട് കിട്ടിയ സമയം നോക്കി ഞാനൊക്കെ എടുത്ത് കൊണ്ടുവന്ന് കട്ടും ഇട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞില്ലേ ഞാൻ മറന്നു എന്ന്, കിടക്കാൻ വന്നപ്പോഴാണ് ഓർത്തത് അയ്യോ ഇവിടെ ഉണ്ടല്ലോ എന്ന്. അങ്ങനെ ഞാൻ വേഗം സെക്ഷനായിട്ട് മടക്കി ഡിമ്പിളുടെ ഡ്രസ്സുകളൊക്കെ ഡിമ്പിളുടെ റൂമിൽ കൊണ്ടുവന്ന് വെച്ചു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് കിടക്കയൊക്കെ കുടഞ്ഞിട്ട് കഴിഞ്ഞപ്പോൾ ഡാഡി വന്ന് കിടന്നു കേട്ടോ. അപ്പോൾ ഇനി ബാക്കി പരിപാടികൾ എൻ്റെ പരിപാടികളാണ്. അപ്പോൾ ഡിവൈനും ഓൾറെഡി കിടന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ എന്താ പറയുക, നമ്മുടെ ഇടയ്ക്ക് ഞാനിവിടെ വന്നു കഴിഞ്ഞാൽ അപ്പോൾ കുറച്ച് നേരം അവിടെ നിൽക്കും, അറിയാണ്ട് നമ്മളുടെ അവിടെ നിന്ന് പോവും. അത് ക്യാമറ എടുത്തിട്ടായാലും അല്ലെങ്കിലും ശരിക്കും ആ മൂല എന്ന് പറയുമ്പോൾ ഞാൻ കുറച്ച് നേരം അവിടെ നിൽക്കും, അപ്പച്ചനെയും അമ്മച്ചീനെയും അമ്മേനെയും ചേച്ചീനെയും ഒക്കെ നോക്കിയിട്ടാണ്. അങ്ങനെ നമ്മുടെ കുരുക്കഴിക്കുന്ന മാതാവാണ് എപ്പോഴും എൻ്റെ കൂടെയുള്ളത്. ഞാൻ എപ്പോഴും പറയണതാണ് കുരുക്കഴിക്കുന്ന മാതാവിനോട് എല്ലാ കുരുക്കും അഴിച്ച് നമ്മളെ മോചിപ്പിക്കണേ എന്നുള്ളത് കേട്ടോ. അങ്ങനെ നമ്മളുടെ റോബോട്ടിൻ്റെ പണികളൊക്കെ കഴിച്ച് അതിൻ്റെ കുടുംബത്തേക്ക് പോയി ചാർജ് ചെയ്യാനായിട്ട് കയറിയിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ പരിപാടി എനിക്ക് ഈ എടുത്ത സാധനങ്ങൾ എടുത്തു കൊടുത്ത് വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഡിമ്പിളൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ ചില സമയത്ത് ഞാനൊന്ന് അങ്ങോട്ട് പോയി വരുമ്പോഴേക്ക് പടപടാന്ന് എടുത്ത് വെക്കും. അപ്പോൾ ഇന്ന് ആരുമില്ലാത്ത കാരണം ഞാൻ തന്നെ അത് എടുത്ത് വെക്കാൻ നിന്നപ്പോൾ ഓരോന്ന് അതാത് സ്ഥാനങ്ങളിൽ കൊണ്ടിട്ടു. അപ്പോൾ സ്വാഭാവികമായിട്ട് വർക്ക് ഏരിയയിൽ എങ്ങനെ വന്നാലും പൊടി ഉണ്ടാവും, ഈ ചവിട്ടിയൊക്കെ അവിടെ കൊണ്ടിടുന്നതല്ലേ. അപ്പോൾ അവിടെ നമ്മൾ അവസാനം അടിച്ചു വാരി എടുക്കുക, അത് അങ്ങനെയാണ് ചെയ്യാറുണ്ട്. അവിടേക്ക് റോബോട്ടിനെ വിടാറില്ല. അപ്പം ഞാൻ ഇവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം അവിടെ ഒന്ന് ക്ലീൻ ചെയ്യാൻ നിന്നപ്പോൾ ചവിട്ടികളൊക്കെ നല്ലോണം കുടഞ്ഞ് പൊടിയും കാര്യങ്ങളൊക്കെ അവിടെ ഇട്ട്, അപ്പോൾ അവിടുത്തെ ഒരു കസേര എപ്പോഴും ഇപ്പുറത്ത് കൊണ്ടുവന്ന് വെക്കും, എന്നാലേ അവിടെ അടിയിൽ നിന്ന് ഇങ്ങോട്ട് പോരുള്ളൂ. അപ്പോൾ ഞാൻ ഇതിൽ ഫിൽറ്ററിൽ വെള്ളമൊക്കെ ഒഴിച്ച് ബാക്കി എല്ലാ പരിപാടികളും കഴിച്ച് ഇവിടെയും അടിച്ചപ്പോൾ ഇവിടുത്തെ പരിപാടിയും കഴിഞ്ഞ് ഇവിടെ മാത്രം നമുക്ക് ചൂലെടുത്ത് അടിച്ചാൽ മതി, ബാക്കിയൊക്കെ റോബോട്ട് നോക്കിക്കോളൂ കേട്ടോ. അങ്ങനെ അവിടുത്തെ കഴിഞ്ഞ് കിച്ചണിൽ കയറി, കിച്ചണിൽ അതാത് സ്ഥാനങ്ങളിൽ എല്ലാതും വെച്ചു. അപ്പോൾ ഇന്ന് കുറച്ച് സാധനങ്ങളൊക്കെ ഒതുക്കി. അപ്പം അതിൽ ഇന്ന് ഒതുക്കിയപ്പോൾ കൂടുതൽ കിട്ടിയത് നെയ്യാണ്. ഇതുപോലെ തന്നെ എനിക്കൊരു അബദ്ധം പറ്റുന്ന കാര്യമാണ്, വില നോട്ടൊക്കെ എൻ്റെ കയ്യിലുണ്ടെങ്കിൽ ഞാൻ അറിയാണ്ട് എന്തിൻ്റെയെങ്കിലൊക്കെ അടിയിൽ അത് അലമാരിയിലാണ് കേട്ടോ വെക്കും. പിന്നെ ചോദിക്കുമ്പോൾ എൻ്റെ ഓർമ്മയിലുണ്ടാവില്ല, പക്ഷേ എപ്പോഴെങ്കിലുമൊക്കെ അത് കിട്ടുകയും ചെയ്യും. വലിയ സംഭവങ്ങളൊന്നുമില്ല, കൊച്ചു നോട്ടുകൾ കേട്ടോ.
അപ്പോൾ അങ്ങനെ എനിക്കങ്ങനെ കാശിൻ്റെ കൈകാര്യം ചെയ്യൽ വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ചില്ലറ നോട്ടുകളുടെ കാര്യമാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം ഭംഗിയായിട്ട് കഴിഞ്ഞു. വീടൊക്കെ ക്ലീനായി കണ്ടോ. അപ്പോൾ ഡിവൈൻ പറയുന്നു, നാളെ ഇനി നമ്മളില്ലല്ലോ മമ്മി, അക്കിടോടേക്ക് പോവല്ലേ, അപ്പോൾ വരുമ്പോഴേക്കും വീടൊന്ന് ക്ലീനായിട്ട് കിടക്കട്ടെ എന്ന്. അപ്പം ഞാൻ ചന്ദനത്തിരിയൊക്കെ മൊത്തം കത്തിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല ഒരു അന്തരീക്ഷം. ഇപ്പോൾ ഞാൻ ആരുമില്ല, ഒറ്റയ്ക്കുമാണ്. അപ്പോൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ നമ്മളൊരു പള്ളിയിൽ ഇരിക്കുന്ന പോലെ നമ്മളുടെ കുന്തിരിക്കത്തിൻ്റെ ഇതാണ്. അപ്പോൾ ആ മണവും ഒക്കെ കൂടെ വരുമ്പോൾ വല്ലാത്തൊരു ഇതാട്ടോ. അപ്പോൾ ആ സമയത്ത് നമുക്ക് തോന്നും കുറച്ച് നേരം ഒന്ന് പ്രാർത്ഥിച്ചിട്ടൊക്കെ കിടക്കാമെന്ന്. അപ്പോൾ ഇത്രയ്ക്കൊക്കെയുള്ളൂ ഇന്നത്തെ വിശേഷം കേട്ടോ. അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ നാളെ വരാം കേട്ടോ. അതുവരയ്ക്ക് എല്ലാവർക്കും ബൈ.